ഹായ്. അപ്പോൾ നമുക്കിന്നൊരു അടിപൊളി കഥ കേട്ടാലോ? കഥയുടെ കഥാപാത്രങ്ങൾ അച്ഛൻ, അമ്മ, കുട്ടി. അപ്പോൾ കഥ ഇങ്ങനെ നീണ്ടു നിവർന്ന് കിടക്കുകയാണ്. അപ്പോൾ നമുക്ക് ചുരുക്കി പറയാം. അച്ഛനും അമ്മയും, അതായത് ഒരു കുട്ടിയുള്ള ഒരു സാധാരണ കുടുംബത്തിലെ ഇങ്ങനെ മൂവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അവരുടെ ജീവിതം ഇങ്ങനെ മൂവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ കുട്ടി ഒരു നാൾ പിന്നെ കുട്ടീൻ്റെ സ്കൂളിൽ നിന്ന്, അതായത് കുട്ടി നല്ല ടോപ്പറാണ്, നന്നായി പഠിക്കും അപ്പോൾ അവളെ അതായത് പ്രൈസ് കൊടുക്കുന്നതിന് പിന്നെ പാരൻസും ഒക്കെയുള്ള നല്ലൊരു എന്താ പറയുക, നല്ലൊരു ഇവൻ്റാണ്. അപ്പോൾ അതിലേക്ക് ക്ഷണിക്കാൻ വേണ്ടിയിട്ട് പിന്നെ അച്ഛനെ അമ്മയെ വിളിക്കണം എന്നാണ് പറഞ്ഞത്. അപ്പോൾ അവൾ നേരെ പോയത് അമ്മയുടെ അടുത്താണ്. അമ്മ പറഞ്ഞു, അച്ഛനെ വിളിക്കണ്ട, നീ മാമനെ കൂട്ടിയിട്ട് പോയിക്കോന്ന്. എന്തുകൊണ്ടാണ് അവർ അങ്ങനെ പറഞ്ഞതെന്ന്, ആ സ്ത്രീ എന്തുകൊണ്ട് അങ്ങനെ പറഞ്ഞു എന്നറിയില്ല. കാരണം അദ്ദേഹം എന്ന് പറഞ്ഞാൽ ഒരു കൃഷിക്കാരനാണ്. അതുകൊണ്ട് തന്നെ ആ കൃഷിക്കാരൻ്റെ പിന്നെ വേഷവിധാനങ്ങൾ അത്ര ശരിയില്ല. കുട്ടിക്ക് അപ്പോൾ ആ ഒരു സ്കൂളിൽ ഭയങ്കര മോശമാവുന്നുള്ള ലെവലാണ് അമ്മ അങ്ങനെ സംസാരിച്ചത്. കുട്ടിയും പറഞ്ഞു, അച്ഛൻ വരണ്ട, ഞാൻ മാമനെ കൂട്ടി പോയിക്കോളാം. അപ്പോൾ ഒരു ട്വിസ്റ്റ് സംഭവിച്ചു. കുട്ടി സ്കൂളിലെത്തി. അവിടെ പിന്നെ എല്ലാവരും ടോപ്പേഴ്സ് എല്ലാവരും മുന്നിലിരിക്കെ പിന്നെ അതായത് അധ്യക്ഷ വന്നു, ഒരു ഗസ്റ്റിനെ ക്ഷണിച്ചു. അപ്പോൾ ഗസ്റ്റ് എന്ന് പറയുന്നത് വേറെ ആരുമല്ല, ആ കുട്ടിയുടെ അച്ഛനാണ് ഗസ്റ്റ്. അതായത് ആ കുട്ടിയുടെ അച്ഛനാണ് ആ കുട്ടിക്ക് സമ്മാനം കൊടുക്കാൻ പോകുന്നത്. അപ്പോൾ ഗായ്സ്, നിങ്ങൾ മനസ്സിലാക്കേണ്ടതെന്ന് വെച്ചാൽ, നമ്മളെ ഒരു വേഷവിധാനമോ നമ്മളെ ജോലിയോ വെച്ചിട്ട് ഒരാളെ വിലയിരുത്താൻ പാടില്ല. നാളെ അവർ എന്തായിത്തീരുന്നു പറയാൻ പറ്റില്ല. കാരണം കർഷകൻ ഒരു നല്ലൊരു അഭിമാനമുള്ള ജോലിയാണ്. അപ്പോൾ ആ കർഷകൻ്റെ അവാർഡ് കിട്ടിയ ആ ജേതാവാണ് പിന്നെ കുട്ടിക്ക്, അതായത് സ്വന്തം അച്ഛനാണ് പിന്നെ സമ്മാനം കൊടുക്കുന്നത്. ആ കുട്ടി പോലും ഞെട്ടിപ്പോയി. കാരണം അച്ഛൻ ഇത്ര വലിയ ആളാണെന്ന് അപ്പോൾ അവൾ ആ സമയമാണ് ആ സ്റ്റേജിൽ നിന്ന് അറിയുന്നത്. അപ്പോൾ നിങ്ങൾ ഒരിക്കലും നമ്മുടെ പേരൻസിനെ കുറച്ച് കാണരുത്. അവർ കൊണ്ട വെയിലാണ് നമ്മൾ ഇന്ന് കൊള്ളുന്ന തണൽ. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കുക. അപ്പോൾ കഥയെ ഉൾക്കൊണ്ടെന്ന് വിചാരിക്കുന്നു. ബൈ.